ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് എ വയർ ഓഫ് യങ്സ് മോഡുലസ് y ഈസ്. നമുക്കറിയാം യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ y is equal to സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ അവിടെ നിന്നും സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. സ്ട്രെസ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു സ്ട്രെയിൻ. ഒരു വയറിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് നമുക്ക് കിട്ടി. ഇവിടെ നമുക്കറിയാം ഒരു വയറിന്റെ ലെങ്ത് നമ്മൾ ഡബിൾ ആക്കുകയാണ്. സോ എൽ ലെങ്ത് ഉണ്ടായിരുന്ന ഒരു വയർ ആണെങ്കിൽ ആ വയറിന്റെ ലെങ്ത് 2L ആയിട്ട് മാറിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ എന്താ? ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഫൈനൽ ലെങ്ത് 2L മൈനസ് ഇനീഷ്യൽ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് കിട്ടി. സോ ഇവിടെ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സ്ട്രെസ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ എൽ ആണ്, ഡിവൈഡഡ് ബൈ എൽ. എല്ലും ക്യാൻസൽ ചെയ്യപ്പെട്ട് നമുക്ക് സ്ട്രെസ്സിന്റെ വാല്യൂ കിട്ടും. അത് yക്ക് ഇക്വലന്റ് ആണ്. സോ നമുക്ക് പറയാം ഒരു എൽ ലെങ്ത് ഉള്ള ഒരു വയറിന്റെ ലെങ്ത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്ട്രെസ് എന്ന് പറയുന്നത് ആ വയറിന്റെ യങ്സ് മോഡുലസിന് ഇക്വലന്റ് ആയിരിക്കും. ബൈ.